ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എൻ്റെ സ്വന്തം നാടായ കീഴാറ്റൂരാണ്. ഇന്ന് ഏറെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് എൻ്റെ നാട്ടിലെ ഒരു സ്റ്റുഡൻറ്റ് സ്വന്തമായി ഒരു ആനയെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതാണ് ആ ആന. അപ്പോൾ ഈ ആനയുടെ വിശേഷങ്ങളും ഇത് നിർമ്മിച്ച സിദ്ധാർത്ഥൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. സിദ്ധാർത്ഥ, ഹലോ, വാ. അപ്പോൾ ഇതാണ് നമ്മളെ താരം സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥ, അപ്പോൾ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പോൾ പുഴക്കാട്ട് ITI ഇലക്ട്രീഷ്യൻ പഠിക്കും. എത്ര വർഷത്തെ കോഴ്സാണ്? അത് 2 വർഷം. 2 വർഷം. എന്താ ഇപ്പൊ ഈ ആനേനെ നിർമ്മിക്കുക? ആനക്കമ്പക്കാരനാണോ? ആനക്കമ്പണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ടൈം പാസിന് വെറുതെ അങ്ങനെ തുടങ്ങിയതാണ്. ഫസ്റ്റ് അവിടെ മുകളിൽ 2 ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ അത് ആദ്യം റെഡി ചെറിയ ആയി. ആനേനെ ഉണ്ടാക്കി. ആദ്യം ചെറുത് 2 ഉണ്ടാക്കി. പിന്നെ അത് വിജയമായപ്പോ അത് വേറെ ഏകദേശം പരീക്ഷണം. ഒരു 1,000 രൂപയായി. ആ, ആ. പിന്നെ ഇത് ഉണ്ടാക്കാന്ന് കരുതി, അപ്പൊ ഇത് ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെ ഒരു ആനേനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോ ഇവരെ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാരെ സപ്പോർട്ട് നല്ല ഉണ്ടായിരുന്നു. വീട്ടുകാര് അച്ഛനും ഇവരൊക്കെ നല്ല അച്ഛന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ആയത്. കാരണം ഇതിന് എല്ലാം അത്യാവശ്യം കൊടുന്നു ചെലവും ഉണ്ടാവില്ലേ? ചെലവൊക്കെ അച്ഛൻ നടത്തിയിരുന്നു. ചോദിക്കാനുള്ളത്, ഇതിപ്പോ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്കിപ്പോ കാണുമ്പോൾ ഒരു ആനയാണ്. ആനയുടെ അത്യാവശ്യം നല്ല ഒരു ലുക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ളത്. ആർക്ക് കണ്ടാലും ശരിക്കും ഇതൊരു ഒറിജിനൽ ആനയെന്നാ തോന്നുക. അപ്പൊ ഇത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത്? ഇത് സിമെന്റ് ആണ് കാര്യമായിട്ടുള്ളത്. മെയിൻ ആയിട്ട് സിമെന്റ്, കമ്പി ഒക്കെ ഉപയോഗിച്ചിട്ട്, മണല്, ഉം. പിന്നെ അതിന്റെ ഈ 4 കാലുകള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഉള്ളിലൊന്നുമില്ല, ബാക്കിയൊക്കെ ഉള്ളിൽ കൊള്ളായിട്ടാണ്. അപ്പൊ നല്ല കരുത്തുള്ള ആനയാണ്. ഏകദേശം കരുത്തില്ല ആനയാണ്. അപ്പൊ ഇതിനിപ്പോ ഏകദേശം എത്ര ചാക്ക് സിമെന്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും സിമെന്റ് ഏകദേശം ഒരു 8 ചാക്കായി ഉണ്ടാവും. ഞാന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടല്ല, അപ്പൊ നോക്കല്ല, കുറച്ചീശെ കൊണ്ടല്ല. പിന്നെ അത് ഏകദേശം എത്ര സമയം എടുത്തിട്ടാണ് ഇത് പൂർത്തിയാക്കിയത്? ഇത് ഏകദേശം 5 മാസമായി. 5 മാസം. ഞാൻ ക്ലാസ് ഉണ്ടാവുന്നുണ്ട്, അപ്പൊ രാത്രിയൊക്കെ ഇടയില് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം, ഞായറാഴ്ച ശനിയാഴ്ച. പിന്നെ ഇത് ഇതേപോലെ തന്നെ ഫ്രണ്ട്സുകൾ ഇവരൊക്കെ അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഫ്രണ്ട്സുകാരൊക്കെ അന്തം മുട്ടാണ്, ഓരോന്നും കരുതിയിട്ടുണ്ടാവില്ല. അവര് കാണാനൊക്കെ വരും. കാണാൻ വരലുണ്ട്. പിന്നെ ഇപ്പൊ ഒരുപാട് ആള് വരുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്. പലരും ഇതിന്റെ പിക്കൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതും സിദ്ധാർത്ഥന്റെ ഒപ്പം പിക്ക് എടുക്കണമൊക്കെ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോ പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തയൊക്കെ വന്നിട്ടില്ലേ? മാതൃഭൂമിയില് പിന്നെ കുറെ പത്രത്തിൽ വന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും നല്ല വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ? അപ്പൊ എന്താ ഇപ്പൊ തോന്നുന്നത് സത്യത്തില്? ഇപ്പൊ കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ടോ? ഇനി വലുതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി വലുതുണ്ടാക്കാൻ താല്പര്യമുണ്ട്. ശരിക്ക് വലിയ ആനേന്റെ കുറച്ചും കൂടി ഒരു വൈഡായിട്ട് ഉണ്ടാക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പൊ ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെയാണ് പ്രശ്നമല്ലേ? ചെലവ് കാരണം ഈ പഠിക്കാവുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമാണ്. ടൈമും ഇല്ല. ഇതാണ് പ്രമോദേട്ടൻ, നമ്മളെ സിദ്ധാർത്ഥന്റെ അച്ഛനാണ്. ഞങ്ങളെ നാട്ടിലെ ഒരു ഗായകനും കൂടിയാണ്. അപ്പൊ നമുക്ക് പ്രമോദേട്ടനോട് ചോദിച്ചു നോക്കാം. പ്രമോട്ടാ, അപ്പൊ എന്താണ് ഈ മകന്റെ കഴിവിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കഴിവ് ഓന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഓനിലൂടെ തന്നെയാണ്. മുഴുവനാക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല. ആദ്യം ചെറിയ 2 ആനേനെ ഉണ്ടാക്കിയത്, ഒരു ആനേനെ രൂപമുള്ളൂ. പിന്നെ ഒറ്റയടിക്കോ വലുതുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ വേണ്ടാറിനാണ്. കാരണം നടക്കൂല, നമ്മള് സാമ്പത്തികമൊക്കെ ആയിട്ട് പ്രശ്നമായില്ലേ. വലിയ ആനയൊക്കെ ഉണ്ടാക്കി വെറുതെ പൈസ ഒക്കെ പോകുന്നുള്ള ശരിയാവൂല, അത് അറിയില്ലല്ലോ. പിന്നെ അപ്പൊ അത് പണി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ കാര്യത്തിലാണ് മനസ്സിലായത്. ഞാനും ശരിക്കും അന്തം വിട്ടു പണി കഴിഞ്ഞപ്പോ. പിന്നെ വലിയ പെട്ടെന്നുള്ള ചെലവൊന്നും അല്ലല്ലോ, കുറേശ്ശുള്ള ചെലവാകൊണ്ട് പിന്നെ താല്പര്യത്തിന് നിന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. താല്പര്യം. പിന്നെ ആദ്യം വേണ്ടായിരുന്നാലും പിന്നെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തു.
അതിപ്പോ അത്ര വലിയൊരു പേരാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ അനവധി പത്രത്തിലൊക്കെ വന്നു. അതെ അതെ, പത്രത്തില് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നല്ലോ. അതെ, അതെ, അത്യാവശ്യം അതെ. നല്ല പിന്നെ ഇതിന്റെ ശില്പികളൊക്കെ വന്ന് നോക്കി ഇവിടെ. പിന്നെ ഇതിന്റെ സ്ഥിരം അതാ ഞാൻ നേരത്തെ അവനോട് ചോദിച്ചത്, ഇനി അതെ, ആരെങ്കിലും അതെ, പറഞ്ഞാൽ അതെ. ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഇല്ല, അതിന് പോന് ക്ലാസ് ഉണ്ടാവുകൊണ്ടേ അത് കഴിയട്ടെ. പിന്നെ ഒന്നിനൊന്ന് പ്രൊഫഷണലൊന്ന് പോയി ഒന്ന് ശീലിക്കണം. ഇതിപ്പോ ഓന്റെ ഉള്ളത്തെ ബിരുദം ഉണ്ടാക്കിയെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഓനൊരു ബേസിക് ആഗ്രഹം ഉണ്ടാവും. പറഞ്ഞു, ആ, അതെ, നമ്മളതിന് നടത്തിയത്. നടത്തിയത്. ഇനി ഇതിനെ ഒന്ന് എടുത്ത് ശീലാവാണ്ട്, എന്നിട്ടേ മറ്റുള്ളവരുടെ നമുക്ക് പിന്നെ പൈസ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഓൻ എടുത്തു ശരിയായി, ഇനിയും ശരിയാവും. ഓന്റെ മനസ്സിൽ നല്ല ഉറപ്പുണ്ട്. ഒരു കോൺഫിഡൻസ് അതെ, വന്നു. അതെ. ഇനിയിപ്പോ ഓനെ ക്ലാസ്സിനൊക്കെ ഒന്ന് വിട്ടൊന്ന് ഉഷാറാക്കണം. അതാണ് എന്റെ തീരുമാനം. ആഗ്രഹം. തീരുമാനമല്ല, നടക്കും. അത്രേ ഉള്ളൂ. ഒക്കെ നടക്കും. അതെ, അതെ. ഇതാണ് അച്ഛന്റെ ആഗ്രഹം. സിദ്ധാർത്ഥ, ഇതിപ്പോ ചെലവ് ഏകദേശം എത്ര വരുന്ന പറഞ്ഞത്? അതിന് ഏകദേശം ഒരു 20,000-ന്റെ അടുത്ത് ചെലവായിരുന്നു. 20,000 രൂപ. 20,000-ന്റെ അടുത്ത്. 20,000 എങ്ങനെ ആയിരുന്നു, അച്ഛനാണൊക്കെ കൊണ്ടല്ലേ. 20,000 രൂപയ്ക്ക് ഇപ്പൊ ഈ ഒരു ഈ ആനയുടെ ചെലവല്ലേ പറഞ്ഞത്? പിന്നെ നമ്മള് വലിയ ആനയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെലവ് വരും. പിന്നെ ചോദിക്കാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പോ വേറൊരാള് അല്ല പലരും മറ്റേ വിളിച്ചിരുന്നോ സിദ്ധാർത്ഥനെ എങ്ങനെ ആനയെ നിർമ്മിക്കണം അതിന്റെ വർക്കുമായിട്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇങ്ങനെ തമാശക്ക് വെറുതെ ചോദിക്കുന്നുണ്ട്. ഇവിടെ വീട്ടിൽ ഇങ്ങനെ ആനേനെ കാണാൻ വരുമ്പോ വെറുതെ എന്റെ വീടിന്റെ സൈഡിൽ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കി തരുമോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കലുണ്ട് ഇടയ്ക്ക്. അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കും. എന്നിട്ട് അവരോട് എന്താ പറഞ്ഞു? ഞാന് ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ ടൈമില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ വേറെ ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പൊ ഒരാള് ഇങ്ങനെ സമീപിക്കുകയാണ് സിദ്ധാർത്ഥനെ, ഇങ്ങനെ ഒരു ആനയെ നിർമ്മിച്ച് തരുമോ എന്ന് ചോദിച്ച് സമീപിക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥന് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഒന്ന് പ്രത്യേകം പറയും. ഒന്ന് ടൈമിന്റെ പ്രശ്നമാണ്. പിന്നെ ക്ലാസിന്റെ പ്രശ്നം. ക്ലാസ് 5 മണി വരെ ഉണ്ട്. പിന്നെ വീട്ടിലെത്താൻ ടൈം ആവും. ഇതന്നെ ഞാൻ രാത്രിയൊക്കെ പണിയെടുത്തിട്ടാ പൂർത്തിയാക്കിയത്. പിന്നെ സമയത്ത് അങ്ങനെ ചെയ്തിട്ടാണല്ലേ. ഞായറാഴ്ച അതുപോലെ തന്നെ ഇപ്പൊ ഈ സമീപിക്കുന്നവർക്ക് ഇപ്പൊ അങ്ങനെ ആ ഒരു സമയത്തിനനുസരിച്ച് ചെയ്യാൻ അവര് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കാം അല്ലേ? അങ്ങനെ നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനി വലിയൊരു ആനയെ നിർമ്മിക്കാൻ സിദ്ധാർത്ഥന് കഴിയട്ടെ. അപ്പോൾ എല്ലാവരും സിദ്ധാർത്ഥനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.